ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 10-10:30 ആയപ്പോൾ നമുക്ക് ഹെൽത്ത് സെൻറ്റർ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് കുറച്ചധികം നേരം നമ്മൾ പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും നാത്തൂനും നന്ദപ്പനും അമ്മയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ സ്റ്റാഫൊക്കെ വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നന്ദപ്പൻ്റെ മുടി വെട്ടാനായിരുന്നേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മുടി വെട്ടാൻ പോയപ്പോൾ വലിയ മോഡലായിട്ടൊന്നും വെട്ടാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നന്നായിട്ട് കനം കുറച്ചിട്ടാണ് മുടി വെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ മുടി പെട്ടെന്നാണ് വളരുന്നത്. അങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഞാനും നന്ദപ്പനും കൂടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ മനുമാമൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്ദപ്പൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചക്ക നന്നാക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനാണ് കേട്ടോ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ തന്നെ ഞങ്ങൾക്ക് ചക്ക മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈഡായിട്ട് ഇരുന്നിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചക്ക വറുത്തിട്ടില്ല. അപ്പോൾ ചക്ക വറുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാമൻ്റെ ബർത്ത്ഡേക്ക് മുറിക്കാനുള്ള കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കിയപ്പോഴാണ് അമ്മ നല്ല രീതിയിൽ ചക്ക വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ മാത്രമല്ല ആങ്ങളുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അമ്മ അത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നേ. അപ്പോൾ അതെടുത്ത് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെറിയൊരു ഷെയ്ക്കും കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ റോബസ്റ്റ് പഴവും പാലും പഞ്ചസാരയും ബൂസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം കലാപരിപാടിയാണ്. എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഒന്നുമില്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ പഴം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഇതേപോലെ ഷെയ്ക്ക് അടിച്ച് കുടിക്കലാണ് കേട്ടോ ഞങ്ങളുടെ പരിപാടി. അങ്ങനെ ഷെയ്ക്കൊക്കെ അടിച്ച് ഞാനും നാത്തൂനും നന്ദപ്പനും കൂടിയിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ നന്ദപ്പന് കൊടുക്കാറില്ല, കാരണം പച്ചപ്പാലായതുകൊണ്ട് തന്നെ. ഇപ്പോൾ ആൾ ചോദിച്ചതുകൊണ്ട് കുറച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മ പണി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കുള്ള ചായ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിക്കുന്നിടത്തുനിന്ന് അമ്മേനെ നന്ദപ്പൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഫ്രിഡ്ജിലിരിക്കുന്ന കേക്ക് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ കേക്ക് കൊണ്ടുവന്നപ്പോൾ തൊട്ട് കത്തി എന്ന് പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ആൾക്ക് മുറിക്കാനാണ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുറിക്കാനായാലും കഴിക്കാനായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കാനായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പായസം ഉണ്ടാക്കുന്നുണ്ട് അമ്മ. ഞാൻ മാങ്ങ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പഠിക്കാതിരിക്കലാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ പഠിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പുതിയ ബുക്ക് വാങ്ങിയതിൻ്റെ ആണോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ LGS എക്സാമിൻ്റെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ബുക്കൊക്കെ എടുത്ത് പഠിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നന്ദപ്പൻ അവിടെ എന്തൊക്കെയോ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചില നേരത്ത് നന്ദപ്പൻ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ. പേന വേണം, ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് രണ്ടും കൊടുത്താലും എന്തെങ്കിലുമൊക്കെ ആൾ ഒപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മയുള്ള സമയത്താണ് ഞാൻ കൂടുതലും പഠിക്കാനായിട്ട് ഇരിക്കാറ്. കാരണം അമ്മയുടെ അടുത്ത് അവൻ ഓക്കെയാണ്. കൂടുതലും ഞാൻ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്താണ് കേട്ടോ പഠിക്കാനിരിക്കാറ്. കാരണം ആ ഒരു സമയത്താണ് നന്ദപ്പൻ ഉറങ്ങാറ്. ഉച്ചയ്ക്കുള്ള ഉറക്കം അപ്പോഴാണ് കേട്ടോ. പിന്നെ രാത്രി ആയാലും നേരം വൈകിട്ടാണ് അവ ഉറങ്ങാറുള്ളത്. അപ്പോൾ രാത്രി പഠിക്കലും കുറച്ച് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ടൈം കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉള്ള സമയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നേരത്തെ ഇരുന്നിട്ടാണ് കേട്ടോ പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദപ്പൻ ചെയ്യുന്ന ഓരോ അക്രമങ്ങൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ. വീടാ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറുമ്പുകളാണ് നമ്മുടെ നന്ദപ്പൻ്റെ കയ്യിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ചക്കയൊക്കെ വറക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ മാമൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്ദപ്പനാണെങ്കിൽ കുറേ നേരമായിട്ടുണ്ടായിരുന്നു മാമ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ മാമൻ എത്തിയപ്പോൾ പോസായിട്ടുണ്ട്, ചാടി മറിയാണ് കേട്ടോ. കൊടുക്ക് ഐസ്ക്രീം ആണുള്ളത്. മറ്റേ പറയും ആശാനെ ഹാപ്പി ബർത്ത്ഡേ പറയടാ.
അച്ഛനോട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോഴേക്കും മാമൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ കേക്ക് ഇതേ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നന്ദപ്പൻ. പാടുന്നു കിട്ടി കിട്ടി മാമന് കൊടുക്ക് കുറച്ച് കുറച്ച് മാമന് കൊടുക്ക് മാമന് വെച്ച് കൊടുത്ത അങ്ങനെ അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ നല്ല ഭംഗിയിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു പീസ് കേക്കൊക്കെ ഞങ്ങൾ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നാത്തൂൻ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടാളും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ കേട്ടോ. അപ്പോൾ അതും നന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.